ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഇസ് ജയൻ സിസി. ഇന്നത്തെ വിഷയത്തിലേക്ക് എത്ര പെട്ടെന്ന് കിടക്കാം. ഇന്നത്തെ വിഷയം പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്ത് നമുക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ജീവിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് അതിലൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ളതിന് നമ്മളെപ്പോഴും കാണണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജീവിതം, അല്ലെങ്കിൽ നല്ലൊരു ചുറ്റുപാട്, അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാർ, അല്ലെങ്കിൽ നല്ല സൗഹൃദ വലയങ്ങൾ, അല്ലെങ്കിൽ നല്ലൊരു ജോലി, അല്ലെങ്കിൽ മുൻകാലം ചെയ്ത ജോലികൾ, അല്ലെങ്കിൽ ഇനി വരാൻ പോണ നല്ല നല്ല നാളുകൾ എന്നതിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ സന്തോഷവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊരു എനർജിയും മറ്റുള്ളവർക്കും നമുക്കും തോന്നും. നമ്മൾ എപ്പോഴും ഒരു നഷ്ടബോധം, അല്ലെങ്കിൽ നമുക്കത് കിട്ടിയില്ലല്ലോ, നമുക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും എനർജി വരുന്നുണ്ടെങ്കിൽ തന്നെ എനർജി എല്ലാം ഡൈവേർട്ട് ചെയ്ത് പോകുന്നതായി നമ്മൾ പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അത് നമ്മളെപ്പോഴും വിഷാദമായി, അല്ലെങ്കിൽ എപ്പോഴും മനസ്സിലൊരു വിഷമം, സന്തോഷമില്ലായ്മ, അല്ലെങ്കിൽ ഒരു ഒരു എനർജി ഇല്ല, ഒരു ഉണർവില്ലാത്ത രീതിയിൽ നമുക്ക് എപ്പോഴും നമ്മുടെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലെപ്പോഴും ആകുലതയാണ്. നമുക്കത് കിട്ടിയില്ല, നമുക്ക് നേടാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് നേടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ള പല ചിന്തകൾ, അല്ലെങ്കിൽ പല ഫൈറ്റ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ തലച്ചോറിൽ അത് നടക്കുന്നുണ്ട്, നമ്മളറിയാതെ തന്നെ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടി, അല്ലെങ്കിൽ നമ്മളതിൽ ആ ഒരു കിട്ടിയതിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൽ സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമുക്ക് അതിലേക്ക് ഇരട്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ ബുദ്ധി വെച്ച് നമുക്കത് കിട്ടില്ല, നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ്, നമ്മുടെ കഴിവ് എങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വരാനുള്ള ആ ഒരു വലിയ സന്തോഷം, അല്ലെങ്കിൽ വലിയ ഭാഗ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരാതെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ കിട്ടിയ എല്ലാവിധ ചെറുതും വലുതും എല്ലാ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എല്ലാവിധ ഭാഗ്യങ്ങൾ, എല്ലാവിധ കാര്യങ്ങളെ കുറിച്ച് നമ്മളെപ്പോഴും നന്ദി, അല്ലെങ്കിൽ ഒരു സന്തോഷം അതിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ നമുക്ക് നേടിത്തരാൻ സാധിക്കും. അത് അങ്ങനെയാണ് നമ്മുടെ ഈ പ്രകൃതി നിയമം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ, ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സന്തോഷിച്ചിരിക്കാനായി നമ്മുടെ മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നാണ് ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ആവശ്യപ്പെട്ടത്, അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇറ്റ്സ് എൻ എഫ് മി ജയൻ സിസി.